ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. ഇന്ത്യയിലെ വൻകിട നഗരങ്ങളെ അപേക്ഷിച്ച് ജീവിക്കാൻ കൊള്ളാവുന്ന മികച്ച നഗരമായി കൊച്ചി മാറിക്കഴിഞ്ഞു. പഴയ കൊച്ചിയുടെയും മട്ടാഞ്ചേരിയുടെയും അവസ്ഥയ്ക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ജനവിഭാഗങ്ങൾ ഒത്തൊരുമയോടെ കഴിയുന്ന ഈ പ്രദേശം വികസനത്തിന്റെ കാര്യത്തിൽ പിന്തള്ളപ്പെടുകയാണ്. ഈ പ്രദേശത്തെ താമസക്കാരിൽ ഭൂരിഭാഗവും മത്സ്യക്കച്ചവടക്കാരും ദിവസവേതനക്കാരുമാണ്. തലചായ്ക്കാൻ സ്വന്തമായി ഇടമില്ലാത്തവരുടെയും നിത്യവൃത്തിക്ക് പ്രയാസം അനുഭവിക്കുന്നവരുടെയും ഭൂമിയാണിത്. നഗരവികസനത്തിന്റെ 40% അർഹരായ ഈ ജനതയ്ക്ക് പക്ഷേ 100% അവഗണന മാത്രമാണ് നാളിതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയുടെ വിഭിന്നങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കൊച്ചിക്കാർ തന്നെ മുന്നിട്ടിറങ്ങിയാലേ പറ്റുള്ളൂ. ഇവിടുത്തെ നിസ്സഹായരായ പാവപ്പെട്ട ജനങ്ങളുടെ ദുരിതങ്ങൾ അകറ്റാൻ വേണ്ടി സേവന മനസ്കരായ കുറേ നല്ല മനുഷ്യസ്നേഹികൾ ചേർന്നുകൊണ്ട് രൂപം കൊടുത്താണ് തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ്. 12 വർഷത്തിലേറെയായി പശ്ചിമ കൊച്ചിയുടെ സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ്. കേവല സാന്ത്വന പരിചരണത്തിലൊതുങ്ങാതെ തണൽ അതിൻ്റെ സേവനയാത്ര തുടരുകയാണ്. അപകടങ്ങളിൽപ്പെട്ട നട്ടെല്ലിന് പരിക്കേറ്റവരും വീൽചെയറിലും കിടക്കകളിലുമായി ജീവിതം തളച്ചിടപ്പെട്ടവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു നടത്താനായി തണൽ പുതിയൊരു സംരംഭത്തിന് മുതിരുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ പശ്ചിമ കൊച്ചിയിൽ ഇൻപേഷ്യൻ്റ് ഫിസിയോതെറാപ്പി എന്ന സംവിധാനം നിലവിൽ ഇല്ല. നമുക്കറിയാവുന്നതുപോലെ കൊണ്ടുപോയി ചെയ്ത് വരുന്ന ഒരു സംവിധാനം മാത്രമാണ് നിലവിലുള്ളത്. പലപ്പോഴും കൃത്യമായ രീതിയിലുള്ള ഫിസിയോതെറാപ്പി കിട്ടാത്തതിൻ്റെ ഫലമായി നമ്മുടെ ഈ പേഷ്യൻ്റ് വീടിനകത്തളങ്ങളിൽ 4 ചുവരുകൾക്കുള്ളിൽ അടക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാണ്ട് 12 വർഷങ്ങൾ പിന്നിടുകയാണ്. കൊച്ചിയുടെ സ്വാന്തന പ്രവർത്തന ചരിത്രത്തിൽ വളരെ നിസ്തുലമായ സേവനങ്ങളാണ് തണൽ ഇതുവരെ നിർവഹിച്ചു പോന്നിട്ടുള്ളത്. ഏകദേശം ഫോർട്ട് കൊച്ചി മുതൽ ഇടക്കൊച്ചി വരെയുള്ള ചുറ്റളവിൽ 400ഓളം കിടപ്പ് രോഗികൾക്ക് സാന്ത്വനം നൽകുവാൻ തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അനിയത്തിയുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. എറണാകുളത്ത് പോയിട്ട് 1 മാസം ജനറൽ ഹോസ്പിറ്റലിൽ കിടന്ന് അത് കഴിഞ്ഞ് വന്ന് ഒരു 5-6 മാസം ഡ്രസ്സ് ചെയ്യാനായിട്ട് ഇവിടെ തന്നെ ഫോർട്ട് കൊച്ചി ആശുപത്രി തന്നെ ചെയ്തു. എന്നിട്ട് ഉണങ്ങി. ഇപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഈ മുറിച്ച കാലിൻ്റെ 4-5 വിരലും വേദന. സ്ട്രോക്ക് വന്ന് തളർന്നു പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിടത്തി ചികിത്സാ സംവിധാനം എന്ന നിലക്കാണ് ഇപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 11 വർഷമായാലും അങ്ങനെ കിടക്കണത്, ഒട്ടും വയ്യ, സ്റ്റൂളും മേലും ഇരക്കിരുന്നിട്ടാണ് ഓരോന്നും ചെയ്യണത് പിടിക്കണതൊക്കെ. പിന്നെ തണലിലെ ആൾക്കാർ വന്ന് സഹായിക്കും, ഓരോന്നൊക്കെ തരും. പിന്നെ ബ്രസ്റ്റിന് ക്യാൻസറായിരുന്നു, അതിനുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളും റിമൂവ് ചെയ്തിട്ടില്ല. പിന്നെ പഴുപ്പും ചോരയൊക്കെ പിന്നെ വന്നുകൊണ്ടിരിക്കണേ. പിന്നെ ഇപ്പോൾ വീണിട്ട് കാലിൽ ഒട്ടും പറ്റണില്ല, ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. പള്ളുരുത്തിയിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള കൊച്ചി റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഏതാണ്ട് അതിൻ്റെ പകുതി പണി പൂർത്തീകരിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. തുടർ പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയും ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ തീർത്ത് വേണം മുന്നോട്ട് പോകാൻ. കൊച്ചിയിലെ ആദ്യത്തെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, നട്ടെല്ലിന് പരിക്കേറ്റവരുടെ ചികിത്സാ പുനരധിവാസ കേന്ദ്രം, കിടത്തി ചികിത്സിക്കാവുന്ന IP ഫിസിയോതെറാപ്പി സെന്ററാണ്
വിഭാവന ചെയ്തിരിക്കുന്നത്. ഫിസിയോതെറാപ്പി, ഓക്യുപ്പേഷൻ തെറാപ്പി എന്നിവയിലൂടെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. 3 മാസം മുതൽ 6 മാസം വരെ ദൈർഘ്യമുള്ള ചികിത്സയിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെയും തെറാപ്പിസ്റ്റുകളുടെയും സേവനങ്ങൾ ഉറപ്പാക്കുന്നു. എല്ലാ മനുഷ്യർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കണം. ഇവിടുത്തെ സ്ഥിതി ഇവിടെ അറിയാവുന്നവർക്കറിയാം, പലതും ഒറ്റമുറി വീടുകളാണ്. അതുകൊണ്ട് ഈ പാലിയേറ്റീവ് കെയർ ഇപ്പോൾ വിഭാവനം ചെയ്യുന്ന ഈ റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ ഇൻപേഷ്യൻസിനെ ചികിത്സിക്കാനുള്ള മുറികൾ പോലും ഞങ്ങൾ സജ്ജീകരിക്കുന്നുണ്ട്. വേദനിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരു തണലായി, താങ്ങായി ഈ സ്ഥാപനം ഇവിടെ ഉണ്ടായിരിക്കും. സമൂഹത്തിൽ ആരോരുമില്ലാതെ ആശ്രയമറ്റ സ്ത്രീകൾക്കായി ഒരു ആശ്രയ കേന്ദ്രവും ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കൊച്ചിയിലെ കിടപ്പ് രോഗികൾക്കും പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർക്കും വളരെ ആശ്വാസകരമായ ഒരു ആസ്ഥാനമാണ്. കാരണം അതേപോലെയുള്ള ഒരു ഫെസിലിറ്റി സംവിധാനത്തിലൂടെയാണ് ഫിസിയോതെറാപ്പി സെൻ്ററും അതേപോലെ പെയിൻ പാലിയേറ്റീവിൻ്റെ വിവിധ ഉപകരണങ്ങൾ, പുതിയ എക്യുപ്മെൻറ്റ്സൊക്കെ എല്ലാം കൊണ്ടുവന്നുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക്, ഇതേപോലെ കിടപ്പിലായിപ്പോയവരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടിയുള്ളൊരു നല്ലൊരു സംരംഭമാണ്. ഉചിതമായ ഉപജീവന പദ്ധതികളിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികളുടെ പുനരധിവാസമാണ് ഇവിടെ വിഭാവനം ചെയ്യുന്നത്. കുറേ നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് നടത്തിക്കൊണ്ടുവരുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഞാൻ പേഴ്സണലി അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്. പല രീതിയിലും പാലിയേറ്റീവ് കെയർ സപ്പോർട്ടായിട്ടും ഡേ കെയർ സപ്പോർട്ടായിട്ടും അവർ കുറേ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവരൊരു ഫിസിയോതെറാപ്പി സെൻ്ററും കൂടെ ആരംഭിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ അവർക്ക് മാക്സിമം സപ്പോർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് അപേക്ഷിക്കുന്നു. ഇനി നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ സ്വപ്ന പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ഇനിയും ഏകദേശം 75 ലക്ഷം രൂപയുടെ ആവശ്യമാണ്. ഈ തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയോ കുറേയധികം വ്യക്തികളുടെയോ സ്ഥാപനമല്ല. ഇത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും സ്ഥാപനമാണ്. കൊച്ചിയുടെ സ്ഥാപനമാണ്. കൊച്ചിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇവിടുത്തെ ജനങ്ങളെ സേവിക്കുന്ന, സാന്ത്വനമരുളുന്ന, ആശ്വാസമരുളുന്ന, സ്നേഹം പങ്കുവെക്കുന്ന ഒരു പ്രസ്ഥാനമായി നമുക്കിതിനെ വളർത്തിയെടുക്കാം.